മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പിൽ BJP നേതാക്കൾക്കെതിരെ എടുത്തത് കള്ളക്കേസെന്ന് കെ ശ്രീകാന്ത്. CPM BJP ഒത്തുകളിയുടെ ഭാഗമാണെന്ന UDF ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും കെ ശ്രീകാന്ത് പറഞ്ഞു. അതേസമയം വിധിയിൽ അപ്പീൽ പോകുമെന്ന് കേസിലെ പരാതിക്കാരനായ VV രമേശൻ പറഞ്ഞു. പോലീസിന്റെയും പ്രോസിക്യൂഷന്റെയും ഭാഗത്തു നിന്നും വീഴ്ചകൾ സംഭവിച്ചിട്ടില്ലെന്നും സുരേന്ദ്രൻ ധാർമ്മികമായും രാഷ്ട്രീയമായും കുറ്റക്കാരനെന്നും VV രമേശൻ കാഞ്ഞങ്ങാട്ട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. Totomal, biggest showroom for kitchen, home appliances and toys. Totomal, Nayamarmula, Kasaragod. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പിൽ BJP നേതാക്കൾക്കെതിരെ എടുത്തത് കള്ളക്കേസെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ശ്രീകാന്ത്. CPM BJP ഒത്തുകളിയുടെ ഭാഗമാണെന്ന UDF ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും കെ ശ്രീകാന്ത് കാസർഗോഡ് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ശ്രീ സുന്ദരയെ പോലീസും CPM-ഉം UDF-ഉം ഭീഷണിപ്പെടുത്തി ഇനി മൊഴി അവർ പറയുന്ന അനുസരിച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ സുന്ദര പ്രതിയാവുമെന്ന് ഭീഷണിപ്പെടുത്തിട്ടുണ്ട്. അത് ഈ കേസിൽ മാത്രമല്ല, ഏതോ ഒരു കേസിൽ, കൊടകരയിലെ ഒരു കേസിൽ, ആ കേസിൽ അടക്കം പ്രതിയാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് സുന്ദര പോലീസിൻ്റെയും LDF-ൻ്റെയും UDF-ൻ്റെയും നിർദ്ദേശമനുസരിച്ച് നിവൃത്തികേട് കൊണ്ട് അവരുടെ തിരക്കഥക്കനുസരിച്ച് അവിടെ നിന്നു കൊടുക്കുന്നു. ഞങ്ങൾ ഈ കേസിലെ പരാതിക്കാരൻ VV രമേശ് കള്ളപ്പരാതിയാണ് കൊടുത്തിരിക്കുന്നത്, കള്ളക്കേസാണ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭരണസ്വാധീനം ഉപയോഗിച്ച് CPM-ൻ്റെ താല്പര്യമനുസരിച്ചിട്ടാണ് ഈ കേസിൽ കള്ളക്കേസ് എടുത്തിട്ടുള്ളത്, ഇതിൽ നടപടികൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് VV രമേശിനെതിരെ ഞങ്ങൾ കള്ളക്കേസ് കൊടുത്തതിന് നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും, നിയമ നടപടികൾ സ്വീകരിക്കും. ഒന്നാമത്തെ. രണ്ടാമത്തത്, ഒരു പോലീസ് ഓഫീസറും ഇത്ര കണ്ട് പക്ഷപാതം കാണിക്കാൻ പാടില്ല. DYSP A സതീഷ് കുമാർ വളരെ പ്രത്യക്ഷത്തിലും വളരെ പ്രകടമായിട്ടും തൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടു. അതുകൊണ്ട് A സതീഷ് കുമാറിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ കെ സുരേന്ദ്രനെ കുറ്റവിമുക്തനാക്കിയ വിധിയിൽ അപ്പീൽ പോകുമെന്ന് കേസിലെ പരാതിക്കാരനായ VV രമേശൻ. പോലീസിന്റെയും പ്രോസിക്യൂഷന്റെയും ഭാഗത്തു നിന്നും വീഴ്ചകൾ സംഭവിച്ചിട്ടില്ലെന്നും സുരേന്ദ്രൻ ധാർമ്മികമായും രാഷ്ട്രീയമായും കുറ്റക്കാരനാണെന്നും VV രമേശൻ. കേസിൽ പട്ടികജാതി പട്ടികവർഗ അതിക്രമ വകുപ്പ് ഒഴിവാക്കിയ കാര്യത്തിൽ സംശയമുണ്ടെന്നും VV രമേശൻ കാഞ്ഞങ്ങാട്ട് വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു. അന്ന് ബഹുമാനപ്പെട്ട കോടതി അടുത്ത സിറ്റിംഗിൽ മുഴുവൻ പ്രതികളോട് ഹാജരാകാനാണ് പറയുന്നത്. ഇങ്ങനെ വിട്ടയക്കാനാണെങ്കിൽ അന്ന് തന്നെ വിട്ടാൽ മതി, ഈ പ്രതികളെ കോടതിയിൽ വരാൻ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഇത് സംശയത്തിന് ഇടവരുത്തുകയാണ്. ഇത് BJPക്ക് ഒരു മൈലേജ് ഉണ്ടാക്കാൻ അങ്ങനെയുള്ള സാധാരണ കോടതിയിൽ ഹാജരാവുകയില്ലേ എന്ന് പറഞ്ഞാണ്. ഞാൻ ഈ കേസിൽ ഒരിക്കലും ഹാജരാവില്ല എന്നാണ് ആദ്യകാലങ്ങളിൽ സുരേന്ദ്രൻ പറഞ്ഞത്. ഇപ്പോൾ വളരെ സന്തോഷവാനായിട്ട് വന്ന് ഹാജരായി ഇങ്ങനൊരു വിധി സമ്പാദിച്ചതിൽ സംശയിച്ചാൽ കുറ്റം വരാൻ കഴിയില്ല. അപ്പോൾ ഒരു ശരിക്ക് ഒരു ഗൂഢാലോചന ഇടുമെന്ന് ഞാൻ സംശയിക്കപ്പെടില്ല. ഏതായാലും നമ്മൾ അപ്പീൽ പോകും. ഈ നിങ്ങൾ പറഞ്ഞ ഈ കാര്യം നമുക്ക് സമയമുണ്ടായിരുന്നു, 19 മാസമായിട്ടാണ് എടുത്തതെന്ന് പറഞ്ഞു. പക്ഷേ SC/ST വകുപ്പ് ആദ്യം ഒഴിവാക്കി. SC/ST വകുപ്പ് ഒഴിവാക്കിയിട്ടാണ് പിന്നെ പറയുന്നത് പിന്നെ ഇത്ര സമയം എടുത്തിട്ടുള്ളൂ. SC/ST വകുപ്പ് അതിലുള്ളിടത്തോളം കാലം നമുക്ക് 3-4 കൊല്ലം സമയമുണ്ട്. പക്ഷെ അത് ഒഴിവാക്കിയത് അതിലും ഒരു ദുരൂഹത കാണുകയാണ്. പോലീസും പ്രോസിക്യൂഷനൊക്കെ നന്നായിട്ട് ഇടപെട്ടിട്ടുണ്ട്. അതിന് ഒരു ഇതും കാണുന്നില്ല. നമുക്ക് മേൽക്കോടതിയിൽ കാണാമല്ലോ, കീഴ്ക്കോടതി മാത്രമല്ലല്ലോ, മേൽക്കോടതിയിൽ കാണാം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.